നമ്മൾ യു എയിലുള്ള ബാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിലാണ് പോകുന്നത്. അത് നമ്മൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദത്തിൻ്റെ പ്രതീകമായ ഇത് മിഡിൽ ഈസ്റ്റിലെ ആദ്യ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രമാണ്. പാസ്പോർട്ട് കാണിച്ചപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ ടിക്കറ്റ് സ്കാനൊക്കെ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾക്കും തുറന്നു കിടക്കുന്ന അബുദാബിയിലെ ബാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു മന്ദിറാണ്. സ്വീകാര്യതയുടെയും വൈവിധ്യ സാംസ്കാരിക ഐക്യത്തിൻ്റെയും ഒരു രൂപകമായി യു എയുടെ മരുഭൂമിയിലാണ് ഇത് ഉയർന്നു വന്നിരിക്കുന്നത്. പരമ്പരാഗത ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണ്. ഈ മേഖലയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രം കൂടിയാണ്. 2024 ഫെബ്രുവരി 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ഫെബ്രുവരി 18 മുതൽ പൊതുജനങ്ങൾക്കായി അത് തുറന്നു. പിന്നെ 2018 നയതന്ത്ര സന്ദർശനത്തിനായി യു എയിലെത്തിയപ്പോഴാണ് ഈ സംസ്കാര ആരാധനാലയത്തിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ബാബ്സ് എന്ന് പറഞ്ഞ ഹിന്ദു മന്ദിർ സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിലെ അബു മുറൈഗ പ്രദേശത്ത് അൽ താഫ് റോഡിലാണ് ബാബ്സ് ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യു എ സർക്കാർ സംഭാവന ചെയ്ത 27 ഏക്കർ പ്ലോട്ടിലാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ അബുദാബിയുടെയും ദുബായിയുടെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജബൽ അലിയിൽ നിന്ന് കാറിൽ ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താം. അബുദാബി മെയിൻലാൻഡിൽ നിന്ന് 30 മിനിറ്റ് ഡ്രൈവ് ചെയ്താലും ഇവിടെ എത്താൻ കഴിയും. ക്ഷേത്രം നിർമ്മിക്കാൻ $84.2 മില്യൺ ചിലവായതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ രൂപകൽപ്പന ഉണ്ടല്ലോ. യു എയിലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്ര സമൂഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകമായി വിഭാവനം ചെയ്യുന്നത്. ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിക്കുമ്പോൾ സന്ദർശകർക്ക് 2 ജലധാരകൾ കാണാൻ കഴിയും. അവ ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യമായ 3 ജലാശയങ്ങൾ 2 ഗംഗ യമുന നദിയുടെ പ്രതീകമാണ്. അറിവിൻ്റെയും സംഗീതത്തിൻ്റെയും ദേവതകൾ അർപ്പിക്കുന്ന 3ാമത്തെ നദിയായ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു പ്രകാശകിരണമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, ഭാവിയിലെ ഇന്ത്യൻ സ്റ്റുഡിയോമായ ഒപ്റ്റിക്കൽ പിന്നെ റിഫോമിനെ ചുഴി പോലുള്ള ശില്പമായ ദി ഡിവൈൻ ഐയിലും നദികളെ ചിത്രീകരിക്കുന്നുണ്ട്.